കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്താനുള്ള അവസരം നിഷേധിച്ചത് അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെയാണ്. അദ്ദേഹത്തിനെ ബ്രേക്ക് ഇട്ട് നിർത്തി. ആ മൂന്നാൾ ഒഴിപ്പിക്കുന്ന പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ വി എസിനെ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ബ്രേക്ക് ഇട്ട് നിർത്തിയതുകൊണ്ടാണ് നമ്മൾ വി എസ് ഉദ്ദേശിച്ചതുപോലെ കേരളം ഉദ്ദേശിച്ചതുപോലുള്ള വികസന പ്രവർത്തനം അമിതമായി നേടിയെടുക്കാൻ കഴിയുന്നത്. അതിന്റെ ഉത്തരവാദി CPM തന്നെയാണ്. കാരണം വി എസ് എന്ന വ്യക്തി ചൂണ്ടിക്കാട്ടുന്ന വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ദീർഘവീക്ഷണങ്ങൾ, ആ വീക്ഷണത്തിനൊത്ത് പാർട്ടി കൂടെ നിന്നില്ല എന്നുള്ളത് നഗ്ന സത്യമാണ്. ആ സത്യം പാർട്ടിയും കൂടി ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു പ്രാവശ്യമല്ല ഒന്നിലധികം പ്രാവശ്യം വിജയിക്കുമായിരുന്നു. വി എസ് വിജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുകയും പാർട്ടി തോൽക്കുമ്പോൾ വി എസ് വിജയിക്കുകയും ചെയ്യുന്ന മുദ്രാവാക്യം പോലും ഉണ്ടായതിന് ഉത്തരവാദി ആരാണെന്ന് ഈ കാലഘട്ടത്തിൽ ഈ അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് അവസരം കൊടുക്കാതിരുന്നത്, ബ്രേക്കറ്റ് നിർത്തിയതിന്റെ പൂർണ്ണ ഉത്തരവാദി അദ്ദേഹം മുന്നോട്ട് അദ്ദേഹം നയിച്ച പാർട്ടി പ്രസ്ഥാനം തന്നെ. അല്ലെങ്കിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു. അത് നടപ്പാക്കാൻ കഴിയാത്ത രീതിയിലേക്കുള്ള ഒരു വിലങ്ങുതടിയായി അദ്ദേഹത്തെ തടയിട്ട് നിർത്തിയതിന്റെ പൂർണ്ണ ഉത്തരവാദി പാർട്ടി തന്നെയാണ്. എങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നാനാ മേഖലകളിലും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നാനാ മേഖലകളിലും 5 വർഷത്തിനിടയിൽ അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു, അത് നടപ്പിലാക്കാൻ കഴിഞ്ഞു. അത് ഏറെ വസ്തുനിഷ്ഠമാവും സുതാര്യമായിരുന്നു. അവിടെ യാതൊരുവിധ അഴിമതിയുടെ ഒരു ലെവലേശം പോലില്ല. അഴിമതിയുടെ കാണാൻ കൊള്ളാത്ത മുഖ്യമന്ത്രിമാരിൽ ഒരാൾ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ, അങ്ങനെയാണ് വി എസിനെ വിശേഷിക്കുന്നത്. ശംഖുമുഖത്ത് ഞാനിപ്പോൾ ഓടുകയാണ്. ശ്രീ പിണറായി വിജയൻ നടത്തിയ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ നടത്തിയ യാത്ര അവസാനിച്ചത് ശംഖുമുഖത്തായിരുന്നു. ശംഖുമുഖം കടപ്പുറത്ത് മഹാസമ്മേളനം നടക്കുമ്പോഴാണ് വി എസ് വേദിയിലേക്ക് കടന്നു വന്നത്. ജനാരവങ്ങൾ തിരമാലകൾ പോലെ ഉറഞ്ഞു തുള്ളുന്ന ആഞ്ഞടിച്ച ജനവികാരമായിരുന്നു. അതെന്താണ്? വി എസ് എന്ന വ്യക്തി, അദ്ദേഹം നടപ്പാക്കുന്ന ഉയർത്തിപ്പിടിക്കുന്ന ആശയം, അതേ ഉയർത്തിപ്പിടിക്കുന്ന വികസന മേഖല, അതേ ഉയർത്തിപ്പിടിക്കുന്ന തത്വസംഹിത, അതെല്ലാമായിരുന്നു വി എസിനെ മറ്റു നേതാക്കളിൽ നിന്നും ജനഹൃദയങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ചതും ചിരപ്രതിഷ്ഠ നടത്തിയതും. എങ്കിൽ തന്നെയും വി എസിന്റെ 5 വർഷക്കാലം ഉദ്ദേശിച്ച വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന ഒരു ആരോപണവും വിമർശനവും പരക്കെ ഒഴുകുന്നുണ്ടെങ്കിലും അതിനുള്ള അവസരം പാർട്ടി നൽകിയില്ല എന്ന് വേണം നമ്മൾ ഇവിടെ നിശ്ചയിച്ചുറപ്പിക്കേണ്ടത്. കാരണം അത് നാം കണ്ടറിഞ്ഞതാണ്. അതിനെ തടയിടുക, വി എസ് എന്ന വ്യക്തിയെ, നിഷ്കളങ്കനായ വ്യക്തിയെ മുന്നോട്ട് നയിക്കാനാവാതെ ആ പാർട്ടി തന്നെ തടയിട്ടതിന്റെ ഉത്തരവാദി ആ പാർട്ടി തന്നെയാണ്. അവിടെ വികസന പ്രവർത്തനം എത്രമാത്രം നടന്നു, എത്രമാത്രം നടന്നില്ല എന്നുള്ളത് ഒരു വിലയിരുത്തലിന് ഒട്ടും പ്രസക്തിയില്ല എന്നാണ് എന്റെ വിലയിരുത്തൽ. വ്യക്തമാണ്.